നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇഡി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക്. ഒന്നാം ഘട്ടത്തിന്റെ പരിമിതികളെല്ലാം തരണം ചെയ്ത രണ്ടാം ഘട്ടത്തിൽ ശക്തമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. CPM-ലേക്ക് അന്വേഷണം നേരിട്ട് കടക്കും. ഏറ്റവും ശക്തമായ രേഖാമൂലമുള്ള തെളിവുകൾ നൽകി 2 പ്രതികളെ മാപ്പുസാക്ഷികളാക്കുന്നതും ഇതിന്റെ ഭാഗം. ഇതും കോടതി അംഗീകരിച്ചേക്കും. ബാങ്കിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാറിനെയും മുൻ മാനേജറായിരുന്ന MK ബിജുവിനെയുമാണ് മാപ്പുസാക്ഷികളാക്കിയത്. ഇഡി നൽകിയ ആദ്യ കുറ്റപത്രത്തിൽ 55 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളുമാണ്. അറസ്റ്റിലായ 4 മുഖ്യ പ്രതികൾക്ക് ഇനിയും ജാമ്യം ലഭിച്ചിട്ടില്ല. ബാങ്കിൽ നേരിട്ട് തട്ടിപ്പ് നടത്തിയ ഇടനിലക്കാരൻ PP കിരൺ, മുൻ അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവരും ഈട് തട്ടിപ്പിലൂടെ കോടതികളുടെ ക്രമക്കേട് നടത്തിയ P സതീഷ് കുമാർ എന്ന വെള്ളപ്പായ സതീശൻ, CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ അംഗവുമായ PR അരവിന്ദാക്ഷൻ എന്നിവരെയാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. 3 മാസമായിട്ടും ആർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. PP കിരൺ 9ാം പ്രതിയും CK ജിൽസ 16ാം പ്രതിയുമാണ്. 14, 15 പ്രതികളാണ് വെള്ളപ്പായ സതീശനും PR അരവിന്ദാക്ഷനും. ബാങ്കിലെ മുൻ ഭരണസമിതി അംഗങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുറമെ നിന്നുള്ള ചിലരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ ചോദ്യം ചെയ്ത എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനൊപ്പം പുതിയ ചിലരെയും CPM നേതാക്കളായ AC മൊയ്തീൻ, കണ്ണൻ എന്നിവർ സംശയനിഴലിലാണ്. ഇതിനൊപ്പം CPM-ന്റെ അക്കൗണ്ടുകളും കരുവന്നൂരിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ 2 മാപ്പ് സാക്ഷികൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഇഡി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ആരൊക്കെയാണ് എന്ന് വ്യക്തമാകിരുന്നില്ല. സുനിൽകുമാറും ബിജു കരീമും ചേർന്നാണ് കേസിലെ 1ാം പ്രതി. സതീഷ് കുമാറിനും ക്രമവിരുദ്ധമായി വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. വായ്പകൾ അനുവദിക്കാൻ PR അരവിന്ദാക്ഷൻ വഴിയാണ് ഇടപെടലുകൾ നടത്തിയത്. കേസിലെ 1ാം പ്രതി സതീഷ് കുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള സുനിൽകുമാറിനെയും ബിജു കരീമിനെയും മാപ്പുസാക്ഷികളാക്കുന്നതോടെ കേസിൽ മറ്റ് പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ എളുപ്പമാകുമെന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. തട്ടിപ്പിന് പിന്നിൽ പാർട്ടി ബന്ധം തെളിയിക്കാനാകുമെന്നും ഇഡി കരുതുന്നുമുണ്ട്.